ഒറ്റ ചോദ്യത്തിൽ ഫുൾ ചോദ്യം ഞാൻ എടുക്കാം. ഉമ്മൻചാണ്ടി സാറ് വേട്ടക്കാരനും സരിത അതിജീവിതയുമാണോ? ആണോ? താങ്കളുടെ അഭിപ്രായം എന്താ? നിശ്ചയിച്ചല്ലോ, നിശ്ചയിക്കട്ടെ എന്നുള്ള നിശ്ചയിച്ചല്ലോ. അല്ല താങ്കൾക്ക് ആ അഭിപ്രായം ഞാൻ ചോദിച്ചത്, ഞാൻ പേഴ്സണൽ കോൺഫ്രണ്ടേഷൻ അല്ല, ഈ മനസ്സിൽ എല്ലാവരുടെയും ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഉമ്മൻചാണ്ടി വേട്ടക്കാരനും സരിത എന്ന പേര് എനിക്ക് ഇപ്പം പറയാം, വേറൊന്നും കൊണ്ടല്ല, ഓൾറെഡി കോടതിയുടെ വിധി വന്നു, അൺലെസ് പ്രൂവ്ഡ് അതർവൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇനി ആ പേരും പറയുന്നത്. എന്നോട് പറഞ്ഞു ഒരു സ്ത്രീകളുടെയും പേര് പറയാൻ. ഉമ്മൻചാണ്ടി പരാതിക്കാരി, എനിക്ക് അതിജീവിതം എന്ന് വിളിക്കാൻ പറ്റൂല, എനിക്ക് അവരെ അത് യഥാർത്ഥത്തിൽ പോട്ടെ, അതിജീവിത എന്ന വാക്കിനോട് നമ്മൾ ജസ്റ്റിസ് ചെയ്യണമല്ലോ. ആ വാക്കൊരു സേക്രഡ് വാക്കാണ്, ആ വാക്ക് മിസ്യൂസ് ചെയ്യാൻ. ഞാൻ ഒറ്റ ചോദ്യത്തിൽ കൊടുക്കാം. അങ്ങയുടെ അഭിപ്രായത്തിൽ ഉമ്മൻചാണ്ടി വേട്ടക്കാരനും പരാതിക്കാരി അതിജീവിതയുമാണോ? അല്ല മാഡം, വെരി ഗുഡ്, വെരി നൈസ്. ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. ഇത് അങ്ങ് പറഞ്ഞ ഈ വാദഗതി ഏറ്റവും ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. പക്ഷേ ഇതാണ് ലീഗൽ പ്രിൻസിപ്പിളിൽ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഡൈവേർഷൻ. ഞങ്ങൾ ഇൻഡിവിജ്വൽ കേസുകളെ കുറിച്ചല്ല സംസാരിക്കുന്ന, പ്രിൻസിപ്പിളാണ്. എന്ത് പ്രിൻസിപ്പിൾ? ഇൻഡിവിജ്വൽ കേസില്ലാതെ എന്ത് പ്രിൻസിപ്പിളാണുള്ളത്? എന്തിനെ കുറിച്ചാണ് വേണം? ശരി, ആ കേസിനെ കുറിച്ച് ഞാൻ പറയാം, എനിക്ക് പടിയൊന്നുമില്ല. ഞാനൊന്ന് മാഡത്തിന്റെ ഒന്ന് പറഞ്ഞിട്ടെ കാര്യം ഓരോന്നായിട്ട്. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ കേസ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാണ്. ഉമ്മൻചാണ്ടി സാർ എങ്കിലും, ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ഫോക്കസ് ചെയ്ത് പറയുന്ന ഒന്നുകൊണ്ടല്ല, ഉമ്മൻചാണ്ടി സാർ എങ്കിലും ഈ വേട്ടക്കാരനല്ലാതെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലേ നമ്മളോട് ചെയ്യുന്ന നമ്മളോട് ഇനി മുകേഷ് എംഎൽഎയുടെ കേസ്, ഞാൻ CPM കാരനല്ല, ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. പക്ഷെ മുകേഷിന് അനുകൂലമായി കോടതി വിധികളുണ്ട്. ഇനി മാഡം പറഞ്ഞ വളരെ സ്പെസിഫിക് ആയ കേസ്, മാഡം ആ സ്പെസിഫിക് ആയ കേസ് ചോദിച്ചാൽ എനിക്ക് സന്തോഷമാണ്. കാര്യം എന്താ അറിയാവോ, സ്പെസിഫിക് ആയ കേസിലെ നമുക്ക് നിലപാട് പറയാൻ പറ്റൂ. ജനറൽ പ്രിൻസിപ്പിൾ പറയാൻ വളരെ എളുപ്പമാണ്. അതിനെയാണ് നമ്മൾ മദർഹുഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ലോകത്തിൽ ആരെങ്കിലും റേപ്പിനെ പിന്തുണയ്ക്കോ? ഇല്ല. പക്ഷെ വ്യാജ റേപ്പ് ആണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്പെസിഫിക് കേസ് എടുക്കാം. 2 പരാതികൾ വന്നല്ലോ. 2 പരാതികളിലും 3, അതായത് ആദ്യത്തെ പരാതിയിൽ 3 സ്ഥലത്ത് വെച്ച് പീഡനം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്, വേറെ ആരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. 3 സ്ഥലത്ത് വെച്ച് പീഡനം. കോടതി അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞില്ലേ? അത് മാറ്റിയില്ലേ? അയ്യോ, ഒരു സെന്റ് പറഞ്ഞില്ലേ? ഒരു സെന്റ്. പിന്നെ ഏത് കേസിൽ നിലനിൽക്കുമെന്നാ പറഞ്ഞത്? പ്രഗ്നൻസി കഴിഞ്ഞുള്ള അബോർഷൻ, അതായത് നിർബന്ധിത അബോർഷൻ കേസാണ് നിലനിൽക്കുന്നതെന്നല്ലേ കോടതി പറഞ്ഞത്? പിന്നെന്താ പറഞ്ഞത്? സാറ് പറയൂ. ഒരു സെന്റ്. എന്റെയും കൂടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പരാതിക്കാരിയെ കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ വെർബാറ്റിം കോട്ട് ചെയ്യാൻ കുഴപ്പമില്ല. ആദ്യത്തെ കേസ് ഞാനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ കേസ് ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അല്ല ഒരു സെക്കൻഡ്. തെറ്റുകാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു? തെറ്റുകാരനാ? ശരി, ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്, ഞാൻ മാഡത്തിലേക്ക് തന്നെ വരുന്നത്. ഒരു സെക്കൻഡ്, തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞോ? ശരി, ഒരു സെക്കൻഡ്. അപ്പോ നമ്മുടെ നിയമത്തിന്റെ ബേസിക് പ്രിസംപ്ഷൻ എന്താ? എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. അതൊക്കെ മാറിയോ? എ പേഴ്സൺ ഈസ്, ഇത് രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയതല്ല. ഒരു സെക്കൻഡ്. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ നിയമ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാന മാക്സിമാണ്. ഒന്ന്. അയ്യോ, ആര് പറഞ്ഞു? അല്ല സാർ, ഞാൻ ഒരു സെക്കൻഡ്. എന്താ അറിയാമോ, ഞാനാണോ? എന്താ അറിയാമോ മാഡം, ഞാൻ പറയുന്നതിനെ തീർത്തു പറഞ്ഞില്ലെങ്കിലേ, അതായത് ഞാൻ പറയുന്ന ഒരു കാര്യത്തെ കംപ്ലീറ്റ് ആയി പറഞ്ഞില്ലെങ്കിൽ പകുതി വെച്ച് അവർ കട്ട് ചെയ്ത് പറയും. ആരെങ്കിലും ഞാൻ ആദ്യം അദ്ദേഹം പറഞ്ഞതിന് ഒരു ശരി എന്നാ താങ്കൾക്ക് പറഞ്ഞിട്ട് പറയാം. മറുപടി പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് ഏത് കോടതി പറഞ്ഞു? കറക്റ്റ്. അപ്പോ ആണല്ലോ, ആർക്കും തർക്കമില്ലല്ലോ സാർ. തെറ്റുകാരനാണെന്നല്ലേ കണ്ടെത്തേണ്ടത്? ഇപ്പൊ അങ്ങനല്ലേ? തെറ്റുകാരനാണെന്നല്ലേ കണ്ടെത്തേണ്ടത്? ഇനി 2, നമ്മുടെ ലീഗൽ മാക്സിം. ഞാൻ ലോ കൂടെ പഠിച്ചുകൊണ്ടാണ്, ഒരുപാട് പ്രാക്ടീസിംഗ് അനുഭവമൊന്നുമില്ല. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് ഒന്നാമത്തെ മാക്സിം. രണ്ടാമത്തെ എന്താ അറിയാമോ?
1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. ഇതൊന്നും രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. ഇതൊക്കെ ബഹുമാനപ്പെട്ട കോടതികളും കോൺസ്റ്റിറ്റ്യൂഷനും ഈ രാജ്യത്തിന്റെ ഫോർഫാദേഴ്സും പറഞ്ഞതാണ്. സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെന്ന് ഏത് കോടതി പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു? ഇനി രണ്ട്, ഈ മുകേഷ് നായരുടെ കാര്യത്തിൽ അതൊക്കെ ഇനി മുകേഷിന്റെ കാര്യത്തിൽ എനിക്ക് മാഡത്തിന്റെ ഉത്തരം കൂടെയാണ്. മുകേഷിനെ വെച്ച് പറയാം, അപ്പം പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുകേഷിന്റെ കാര്യത്തിൽ കുറ്റക്കാരനല്ലെന്ന് കോടതി എവിടെ പറഞ്ഞു? പോക്സോ നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുറ്റക്കാരനല്ലെന്നാണ്. പോക്സോ നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? കുറ്റക്കാരനല്ലെന്നല്ലേ. അപ്പൊ ഇനി എന്ത് പറയാന്നറിയാമോ? വേണമെങ്കിൽ മുകേഷിനെ അപകീർത്തിപ്പെടുത്താൻ, മുകേഷിന്റെ കാര്യമാണ് പറയാൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല. മുകേഷിന്റെ കാര്യത്തിൽ എന്ത് പറയാന്ന് എനിക്കറിയാമോ? അത് കോടതി തെളിവുകളുടെ അഭാവത്തിൽ അയാളെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിൽ വിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് സാറിന്റെ ഇനി ദിലീപിന്റെ കാര്യത്തിലേക്കാണ് വരുന്നത്. ഞാൻ സ്പെസിഫിക് കേസ് തന്നെ വരും. ഞാൻ മുകേഷിനെ വെച്ച് പറയണത് എന്താ അറിയാമോ? വേറൊരു കേസിനെ കുറിച്ച് കമന്റ് ചെയ്യണമെന്നുള്ള മുകേഷിന്റെ കേസ് ഇതായതുകൊണ്ടാ. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് മുകേഷിന്റെ കേസ് അറിയാമെങ്കിൽ ഞാൻ ഒരു വരിയിൽ പറയാം. മുകേഷ് ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയി 6 മാസത്തിന് ശേഷം പോക്സോയുടെ കേസ് വന്നു. ഇതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ പ്രമുഖനായ മീഡിയയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ആ കേസ് ക്വാഷ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേസ് ക്വാഷ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ആ പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ ജയിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് വരെ, അതായത് ആശയപരമായി ഈ വിഷയങ്ങളിൽ ഇനിയെങ്കിലും നമുക്കത് പറഞ്ഞൂടെ? ഇനി താങ്കൾ പറഞ്ഞ ദിലീപിന്റെ കേസ്, ദിലീപ് നിരപരാധിയാന്ന് കോടതി പറഞ്ഞില്ലേ? എന്റെ ചേട്ടാ, അതൊരു ലീഗൽ ടെർമിനോളജി അല്ലേ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ദിലീപിന്റെ കേസിൽ ദിലീപ് നിരപരാധിയാണെന്നല്ലേ കോടതി പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ സാർ, എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ ലാംഗ്വേജ് ആണ്. ആ ലീഗൽ ലാംഗ്വേജിൽ സാറേ ആയിക്കോട്ടെ, അതിനെന്താ? ആയിക്കോട്ടെ, അതിനെന്താ? ഇനി ശരി, ഇനി സുപ്രീം കോടതി അല്ല, ഒരു സെക്കൻഡ്, സുപ്രീം കോടതിയിൽ പോലും പ്രോസിക്യൂഷന് ഈ കേസ് തെളിയിക്കാൻ പറ്റില്ല. അതിന്റെ കാരണങ്ങൾ പലതും നമുക്ക് പലതും പറയാം. എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്നതാണ് അതവിടെ നിൽക്കട്ടെ. തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ ഇന്നസെന്റ് ആവും അയാൾ ചെയ്തുകൊണ്ട്. ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഇനി രണ്ട്, സുപ്രീം കോടതിയോ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും കോടതി ഇയാൾ നിരപരാധിയാണ് എന്നല്ല പറയുന്നത്. കോടതിയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ. സാറേ, ആ പോയിന്റ് എന്താ അറിയാമോ? അതിനർത്ഥം അയാൾ നിരപരാധിയാണെന്നല്ലേ, അയാൾ അപരാധിയാണെന്നാണോ? നമ്മൾ സ്വയം തെറ്റിദ്ധരിപ്പിക്കരുത്, ബാക്കിയുള്ളവർ തെറ്റിദ്ധരിച്ച കുഴപ്പമില്ല. അതായത് ശരി, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാം. ഞാൻ പെട്ടെന്ന് അങ്ങയുടെ കൺവിക്ഷൻ വേണ്ടി കഴിഞ്ഞാൽ നമ്പിനാരായണൻ രാജ്യദ്രോഹിയാണോ? ഞാൻ ചോദിച്ചത് സിമ്പിൾ ആയിട്ട് ചോദ്യം. അല്ലല്ല, എന്തുകൊണ്ടാണ് പറയണമെന്ന് പറഞ്ഞത്? സാർ ഒരു സെക്കൻഡ്, സാറേ ആ ടെർമിനോളജി ഇല്ലാത്തത് കോടതിയിലല്ലേ, നമുക്ക് പറഞ്ഞൂടെ? ഒരു സെക്കൻഡ്, ആ ടെർമിനോളജി ഇല്ലാത്തത് കോടതികളിലല്ലേ? സാർ മറുപടി സാർ, ഇല്ലാത്തതിന്റെ കാരണം കോടതി ഹൈലി ഫോർമലൈസ്ഡ് ആൻഡ് ടെക്നിക്കൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് സാറേ ആയിക്കോട്ടെ, അതിനെന്താ? അതായത് അപ്പൊ അതുകൊണ്ട് നമ്പിനാരായണനെ ജീവിതകാലം മുഴുവൻ രാജ്യദ്രോഹി എന്ന് വിളിക്കണോ? രാജ്യദ്രോഹി എന്ന് തെളിയിക്കപ്പെടാത്ത വ്യക്തി എന്നാണോ വിളിക്കേണ്ടത്? നാളെ നിങ്ങൾക്ക് ഇത് വരില്ലേ? ഞാൻ സൗണ്ട് റേസ് ചെയ്തുകൊണ്ട് വിഷമം കൊണ്ടാണ്. അതായത് നാളെ ചേട്ടൻ്റെ ഒരു കേസ് വന്നാലേ നാളെ നിങ്ങൾക്ക് താങ്കൾക്കെതിരെ ജെന്യുവൻ അല്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടതി എന്നാ ഉമ്മൻചാണ്ടി നിരപരാധിയാന്ന് കോടതി പറഞ്ഞോ? ഞാനൊന്നും ചോദിച്ചത്, ഉമ്മൻചാണ്ടി നിരപരാധിയാന്ന് കോടതി പറഞ്ഞു? ഇല്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ കേസിലും കോടതി പറഞ്ഞത് എന്താ? തെളിവുകളില്ല, പ്രോസിക്യൂഷന്റെ ഈ കാര്യം ശരിയല്ല. ഇങ്ങനല്ലേ പറയാൻ പറ്റൂ? അത് കോടതിയുടെ ടെർമിനോളജി അല്ലേ. നമ്മൾ സാധാരണക്കാർ സംസാരിക്കുമ്പോൾ കോടതിയുടെ ടെർമിനോളജിയാണ് സംസാരിക്കുന്നത്. ഇനി രണ്ട്, ഞാൻ നേരത്തെ നിങ്ങളുടെ കൺവിക്ഷന് വേണ്ടിയാണ് പറയുന്നത്. നമ്പിനാരായണൻ എന്ന വ്യക്തി 50 ദിവസം ജയിലിൽ കിടന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ. നമ്മൾ ഡെവലപ്പ് ചെയ്യാത്ത ക്രയോജനിക് ടെക്നോളജി പാകിസ്ഥാന് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞു, മാലിയിലെ വനിതകൾ വഴി. ഇപ്പോഴെങ്കിലും നമ്പിനാരായണൻ നിരപരാധിയാണ് അംഗീകരിക്കില്ല. നമ്പിനാരായണനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു എന്നാണോ പറയണ്ടേ? ഇനി രണ്ട്, ഇത് ഒറ്റ വരി കൂടെ എടുക്കും. സാർ, ഇനിയെങ്കിലും കരുണ കാണിക്കണം. കോടതി പറഞ്ഞാലെങ്കിലും കരുണ കാണിക്കണം. കോടതി പറഞ്ഞാലെങ്കിലും, അതായത് കോടതി 8 വർഷം പോരാട്ടം നടത്തി തെളിവ് കാണിച്ചിട്ട് പറഞ്ഞിട്ടെങ്കിലും കാണിക്കണം. സാർ, സാർ ശരി, ഓരോന്നായിട്ട് പറയട്ടെ. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് നേരിട്ട് ഉത്തരം പറയുന്നില്ല, മുകേഷിനെ വെച്ചൊരു ഉദാഹരണം പറയാം, അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്.
അതായത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ട കാര്യം കൂടെ പറയാം. പ്രോസിക്യൂഷൻ ഒരു കേസ് കിട്ടിയാൽ, അഥവാ പോലീസിനോ പ്രോസിക്യൂഷനോ ഒരു കേസ് കിട്ടിയാൽ ആ കേസിനെ പരമാവധി അവർ സ്ട്രെച്ച് ചെയ്യും. ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ ആർഗ്യുമെന്റ്സും അവർക്കതിൽ ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, എന്റെ സിമ്പിൾ ഉദാഹരണം പറയാം. കേസിനെ ബന്ധപ്പെടാത്ത ഉദാഹരണം, അല്ലെങ്കിൽ കേസിനെ എന്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി, എന്തിനാ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി? കാര്യം പരമാവധി ആ ആർഗ്യുമെന്റ് സ്ട്രെച്ച് ചെയ്യാൻ. അതിനുശേഷം മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയി പരമാവധി അത് സ്ട്രെച്ച് ചെയ്യുകയാണ്. ഇവർക്ക് തമ്മിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പരമാവധി അത് സ്ട്രെച്ച് ചെയ്യുകയാണ്. അതായത് പോലീസും പ്രോസിക്യൂഷനും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഒരു കേസിലെ കാര്യമല്ല പറയുന്നത്. പ്രത്യേകിച്ച് മീഡിയയിലും കോടതിയിലും അത്യാവശ്യം നിയമം അറിവും കൂടെയുള്ള ആളായതുകൊണ്ട് പറയുകയാണ്, ജാമ്യഘട്ടത്തിൽ പോലീസിന് ഒരുപാട് കള്ളം പറയാനുള്ള ലിബർട്ടി ഉണ്ട്. ഫൈനൽ ട്രയലിലല്ല, ജാമ്യഘട്ടത്തിൽ ഉണ്ടത്രേ എന്ന് പറഞ്ഞ് സംശയം ജനിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഫോട്ടോഷോപ്പ്. ഞാൻ തിരിച്ച് ഒരു കാര്യം മാധ്യമപ്രവർത്തകർക്ക് എന്നോട് ഉത്തരം പറയേണ്ട, നിങ്ങൾ പരസ്പരം ചോദിക്കുമ്പോൾ ഒന്ന് ചോദിക്കണം. എല്ലാ മീഡിയയും യഥാർത്ഥത്തിൽ പോലീസ് പറ്റിച്ചതല്ലേ ആ വ്യാജ ഫോട്ടോഷോപ്പ് ഇട്ട സാധനം? നിങ്ങളെ യഥാർത്ഥത്തിൽ പോലീസ് സിസ്റ്റം നിങ്ങളെ യഥാർത്ഥത്തിൽ സിസ്റ്റം ഉപയോഗിക്കുകയായിരുന്നില്ലേ? നിങ്ങളെല്ലാം ജെനുവിൻലി വിശ്വസിച്ച് കൊടുത്തായിരിക്കുമല്ലോ ആ ഫോട്ടോ. ഏതെങ്കിലും മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ട് കള്ള വാർത്ത കൊടുക്കൂല്ല. നിങ്ങളെ മാധ്യമങ്ങളെ അടക്കം ദുരുപയോഗം ചെയ്ത് ഒരു വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ പോലീസുകാർ നിങ്ങൾക്ക് തരുന്നെങ്കിൽ അവർ നിങ്ങളെ ദുരുപയോഗം ചെയ്യുകയല്ലേ? തിരിച്ച് ഏതെങ്കിലും ഒരു മാധ്യമത്തിലെ ആള് തിരിച്ച് പോലീസിനോട് ചോദിക്കണ്ടേ, സാറേ വ്യാജ ഫോട്ടോഷോപ്പ്, ഇന്ന് വ്യാജ ഫോട്ടോഷോപ്പാന്ന് വ്യക്തമല്ലേ, ഒരു രാഹുൽ ഈശ്വർ അല്ല DGP ആണ് പറയുന്നത്, DGP ശ്രീലേഖ കോട്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. ഒരു DGP ഓഫ് പോലീസ് വന്ന് വ്യാജ ഫോട്ടോഷോപ്പ് എന്ന ക്രിമിനൽ ഒഫൻസ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിത്ത് ഡ്യൂ റെസ്പെക്ട് മീഡിയ, എത്ര മീഡിയ പോലീസിനോടൊന്ന് തിരിച്ചു ചോദിച്ചു? അതിന്റെ കാരണം പ്രോസിക്യൂഷൻ സ്റ്റേജിൽ ഒരുപാട് ഉണ്ടത്രേ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു കാര്യത്തിനും ആ രീതിയിൽ തെളിവുകളും മറ്റും വേണ്ട. ഇവർ തമ്മിൽ ബന്ധമുണ്ടത്രേ, കണ്ടു എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഫൈനൽ സ്റ്റേജ് ട്രയലിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് പേര് പറയാതെ ദിലീപിന്റെ കേസിൽ ഒരു വിറ്റ്നസിനെ, പ്രധാനപ്പെട്ട വിറ്റ്നസിനെ പ്ലാന്റ് ചെയ്തതാണ് എന്ന് കോടതി കണ്ടു കാണുമല്ലോ അല്ലേ? ഞാനായിട്ട് പറയുന്നതല്ല, കോടതി പറയുന്നത് ഈ വിറ്റ്നസിനെ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷി പറയിപ്പിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്ക് കേൾക്കും നല്ല ഗുമ്മുണ്ട്, പ്ലാന്റ് വിറ്റ്നസ് എന്നൊക്കെ. മലയാളത്തിൽ പറഞ്ഞാൽ കള്ളസാക്ഷി പറയിപ്പിച്ചു. ഇത് കോടതി വിധിയിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളല്ലേ സാറേ? എന്താണ് ഈ അപ്രൂവ്? ആരൊക്കെയാണെന്നറിയാവോ? കാവ്യ മാധവൻ ആരാ? ഇനി അടുത്ത നല്ല ചോദ്യമാണ്, താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഈ ആരൊക്കെയാ മൊഴി മാറ്റിയെന്നറിയാമോ? കാവ്യ മാധവൻ, ദിലീപിന്റെ സഹോദരൻ സിദ്ദിഖ്, ഇവരൊക്കെ ആദ്യം ദിലീപിനെതിരെ മൊഴി പറഞ്ഞു. എന്താ സംഭവിക്കുന്നറിയാമോ? നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞ് പോലീസ് കുറെ മൊഴി എഴുതിയെടുക്കും. ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞ് പോലീസ് കുറെ മൊഴി എഴുതിയെടുക്കും. എന്നിട്ട് പിന്നീട് പറയും ഇവരാ മൊഴി മാറ്റി. ഇത് ഞാൻ നേരിട്ട് കാണുന്നതാണ്. ഡിറക്റ്റ് അല്ലാത്ത രീതിയിൽ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യും. ഞാൻ പറഞ്ഞു, കോടതി അനുമതി തരികയാണെങ്കിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യും. അതിജീവിതയെ അധിക്ഷേപിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ഞാനിവിടെ പറഞ്ഞിങ്ങനെ. ഇത് രണ്ടല്ലേ? അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇപ്പൊ സാറി 26 പേരുടെ മൊഴി മാറ്റി എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ മീഡിയയെ പറ്റിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങളെ പോലീസുകാരല്ല, സിസ്റ്റം പറ്റിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാവ്യ മാധവൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തു? സ്വന്തം ഭാര്യയായ കാവ്യ മാധവൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? നാദിർഷ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? സിദ്ദിഖിന് ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? ദിലീപിന്റെ സഹോദരൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? 26 പേർ. കേട്ടാ തോന്നുന്നു എന്തോ വലിയ സംഭവം ഉണ്ടായിരുന്നു. 26 പേർ അവർ മാറി പറ്റിക്കുകയാണ്. അതായത് ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കണം. അർത്ഥസത്യങ്ങൾ വെച്ച് പിറ്റിക്കാൻ. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കൺവിൻസ് ആകുന്ന നമ്മളെ ബന്ധപ്പെടാത്തൊരു ഉദാഹരണം പറയാം. ഈ 26 പേരിലെ ഞാൻ വായിച്ചത്, ഞാൻ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല. 26 പേര് കാവ്യയില്ലേ? ശരി, കാവ്യുണ്ട്. സിദ്ദിഖില്ലേ? ഭാമയെ കുറിച്ചാ പറയാൻ എനിക്കറിയാം. എന്താ മൊഴി മാറ്റിയെന്നറിയോ? ഭാമയുടെ മൊഴി എന്തായിരുന്നു അറിയോ? എന്താ മൊഴി? ഞാൻ ആ മൊഴി വായിച്ചതാ. എന്താ മൊഴി എന്നറിയാമോ? ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. എന്റെ കേസല്ലോ, അതുകൊണ്ട് എനിക്ക് പോവാം. എന്താ അതായത് പോലീസ് പ്രധാനമായിട്ട് ദിലീപിന്റെ കേസിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് ദിലീപിനൊരു മോട്ടീവ് ഉണ്ട് എന്നാണ്. അതായത് ദിലീപിന് ആക്രമിക്കാൻ ഒരു മോട്ടീവ് ഉണ്ടെന്ന് തെളിയിക്കാനാണ്. ഈ മൊഴി മാറ്റി എന്ന് പറയുന്ന ആൾക്കാരിലാണ് ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവൻ, ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദിർഷ, സിദ്ദിഖ്, ഇവരെല്ലാം മൊഴി മാറ്റി എന്നാണോ? അത് മീഡിയ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ മൊഴി മാറ്റിയ കാവ്യ മാധവനുണ്ടോ? അയ്യോ ഉണ്ട്. ഈ 26 പേര് കാവ്യ മാധവനുണ്ട്. ഒരു സെന്റ് വായിച്ചു കാണുമല്ലോ. കാവ്യ മാധവനുണ്ടോ?
കാവ്യമാധവൻ ഉണ്ടോ? ഉണ്ടാവുന്നല്ല, ഉണ്ടോ ഇല്ലയോ? ആ ഉണ്ട്. 1500. സാറേ പൾസർ സുനി എന്തുകൊണ്ടാണ് ശ്രീമതി മേനക അല്ലെങ്കിൽ പ്രമുഖരായ വേറെ ചില അടക്കമുള്ളവരെ ആക്രമിച്ചത്? ദിലീപ് കാരണമാണോ? അതായത് പൾസർ സുനി എന്ന ക്രിമിനൽ, പൾസർ സുനി എന്ന പല കുറ്റവും ചെയ്യുന്ന ക്രിമിനൽ, അയാൾ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ദിലീപുമായിട്ട് എന്താ ബന്ധം? അയാൾ ചെയ്യുന്ന ക്രിമിനൽ, അയാൾ വേറെ എത്രയോ ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ട്. അയാൾ കൊട്ടേഷൻ മേടിച്ചിട്ടാണോ ചെയ്തത്? സാറേ അല്ല, അതാണ് ഡീറ്റെയിൽസിലേക്ക് തൽക്കാലം പറയുന്നില്ല. കൃത്യമായി ദിലീപിന് ആരാണ് പണി കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കെന്നല്ല, നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ശ്രീ ദിലീപ് ഇറങ്ങി വന്ന് ആദ്യം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല, അത് പറഞ്ഞ വേറൊരു കോൺട്രവേഴ്സി ആവുന്നുള്ളതുകൊണ്ടാണ്. ശ്രീ ദിലീപ് ആരാണ് തനിക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചതെന്ന് ശ്രീ ദിലീപ് ഇറങ്ങി വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. സുപ്രീം കോടതിയിൽ ചില ആൾക്കാരുടെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്നല്ല കേട്ടോ, രാഹുൽ ഈശ്വർ ആരെയും പരാമർശിച്ചിട്ടില്ല. ശ്രീ ദിലീപ് മാധ്യമങ്ങളോട് വന്ന് പേരടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ദിലീപ് സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, പേരടക്കം. അന്ന് പേര് കൊടുത്തില്ല, സ്ഥാനങ്ങളൊക്കെ വെച്ച്. ആരാണെന്ന് നിങ്ങൾ മനസ്സിലായി കാണും. അപ്പോ ആർക്കെങ്കിലും നമുക്ക് പണി തരാനുണ്ടെങ്കിൽ കോടതികൾ വഴിയും നിയമം വഴിയും പണി തരുന്ന അർത്ഥമുണ്ടോ? ഇനി നേരത്തെ ചോദിച്ചു, ഞാൻ തർക്കത്തിനല്ല പറയുന്നത്. നാളെ നമ്മൾ റിസീവിംഗ് എൻഡ്, നമുക്ക് നേരെയാണ് ഈ വ്യാജ കാര്യങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എൻ്റെ കേസിൽ ഡീറ്റെയിൽസ് പറയാതൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളിൽ ഒരാൾക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ഞാൻ ചിത്രങ്ങളോ എന്തെങ്കിലും ഷെയർ ചെയ്തു? അങ്ങനെ പറഞ്ഞല്ലേ കേസ് എടുത്തത്? ഈ സാധാരണക്കാരനായ എന്നെ ഇലക്ഷൻ കഴിയുന്നത് വരെ പിടിച്ചിടാൻ ആഗ്രഹിച്ചത് ചെയ്യാമെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഒരു കക്ഷി രാഷ്ട്രീയത്തിലും ഭാഗമായ വ്യക്തിയല്ല, CPM അനുകൂലമായ ഒരു വ്യക്തിയല്ല, CPM സഖാക്കളെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു റെസ്പെക്റ്റോടെ കാണുന്നതാണ്. ചെകുവേരയുടെ മോള് വന്നപ്പോൾ ഞാൻ കാണാൻ പോയിരുന്നു, എനിക്ക് വലിയ ആദരവുള്ള വ്യക്തിയാണ്. പക്ഷേ CPM അനുകൂല വ്യക്തി അല്ലെങ്കിൽ പറയുന്നതിന് മടിയൊന്നുമില്ല. ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ്. പക്ഷേ എന്നെ പോലൊരു സാധാരണക്കാരനെ ഇലക്ഷൻ കഴിയുന്നത് വരെ കുടുക്കി അകത്തിടാൻ ഇത് ചെയ്യാമെങ്കിൽ മറ്റേ കേസിൽ എന്തൊക്കെ ചെയ്യാം? ഇനി ഞാൻ നേരത്തെ TV ചോദിച്ചൊരു ചോദ്യം ഇവിടെ ചോദിക്കാം. ശ്രീ ദിലീപിനെതിരെ കടുകു മണിയോളമെങ്കിലും തെളിവുണ്ട്? എനിക്ക് ശ്രീ ദിലീപിനോട് ഒരു വ്യക്തിപരമായ ബന്ധമില്ല, വല്ലപ്പോഴും കാണുമ്പോൾ ചിരിക്കും, പണ്ടിയ ഇന്റർവ്യൂ കിട്ടും. എന്തെങ്കിലും കടുകു മണിയോളം തെളിവുണ്ടോ? കടുകു മണിയോളം തെളിവ് അതുകൊണ്ടൊക്കെ പിടിച്ചിടാമോ? ഞാൻ ശ്രീ ദിലീപിന്റെ ഒരു വരി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. രണ്ടാമത്തെ കേസിലേക്ക് വരാം. ഒന്നാമത്തെ കേസിലേക്കല്ല കേട്ടോ. ഒന്നാമത്തെ കേസിലേക്ക് പറഞ്ഞുകൂടാത്തോണ്ടാണ് രണ്ടാമത്തെ കേസിലേക്ക് വരാം. ശ്രീ ദിലീപിനെതിരെ കടുകുമണിയോളം തെളിവില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ. ഇനി മേൽക്കോടതികളിൽ പോകുമ്പോഴും ബോധ്യമാവും. അങ്ങനെ സുപ്രീം കോടതി നടക്കം വിധി വരുമ്പോ അത് ദിലീപ് ശക്തനായിട്ട് ജയിച്ചു എന്ന് പറയണം. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി, മന്ത്രിസഭ, പോലീസ്, മീഡിയ, പ്രോസിക്യൂഷൻ ഇവര് നിൽക്കുമ്പോഴും മറുഭാഗത്ത് ദിലീപ് അല്ല, ഒരു ധൈര്യമുള്ള ആ വനിതാ ജഡ്ജി. ഇനിയും ഞങ്ങളടക്കമുള്ള ഭാവിയിലെ LLB സ്റ്റുഡൻസ് കണ്ടുപഠിക്കേണ്ട, വെച്ചു പൂജിക്കേണ്ടതാ ആ വനിതാ ജഡ്ജിയുടെ ധൈര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ആ വിധിയിൽ അവരൊരു വരി എഴുതിയിട്ടുണ്ട്, ഫിയറ്റ് ജസ്റ്റീഷ്യ റൂയറ്റ് കൊളം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ലോയിൽ പഠിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ നീതി നടത്തും, അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കും എന്ന് അവരുടെ വിധിന്യായത്തിലെ വാക്കാണ്, എൻ്റെ വാക്കല്ല. അതൊരു ലീഗൽ പ്രിൻസിപ്പിളാണ്, അവരത് എഴുതി വെച്ചിട്ടുണ്ട്. ആ നട്ടലുള്ളൊരു വനിതാ ജഡ്ജി ഇല്ലായിരുന്നെങ്കിൽ മാധ്യമ സമ്മർദ്ദവും ഗവൺമെന്റ് സമ്മർദ്ദവും വഴി ശ്രീ ദിലീപ് അകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. ആ സ്ത്രീയുടെ, ആ ഒരു അമ്മയുടെ, അവരുടെ ധൈര്യവും സത്യസന്ധതയും കാരണം മാത്രമാണ് ഒരു തെളിവുമില്ലാത്തത്. സാറിലേക്ക് വരുന്നതിന് ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാലേ നിരുഷ് കൺവിൻസ്ഡ് ആവും. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീമാരെ കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്റേജ് തോന്നാറില്ലേ? സിദ്ദിഖാപ്പനെ 1.5 വർഷം ഒരു കാര്യവും ഇല്ലാതെ ജയിലിലിടുമ്പോൾ നമുക്ക് ഔട്ട്റേജ് തോന്നാറില്ലേ? അല്ലെങ്കിൽ മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കറിനെ ഇടും. ഞങ്ങളുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഞാൻ ഒരു സെക്കൻഡ് അല്ലല്ല, അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അല്ലല്ല, അതുകൊണ്ടല്ല രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. എനിക്ക് ഒരു സെക്കൻഡ് തരൂ. ഒരു സെക്കൻഡ് ഞാൻ കേസുകളുടെ കാര്യം പറഞ്ഞു. ഒരു സെക്കൻഡ് തരും. അല്ല, ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ദയവായി എനിക്ക് ഒരു സെക്കൻഡ് തരൂ. ദയവായി ഒരു സെക്കൻഡ് തരൂ. അല്ല, ദയവായി ഒരു സെക്കൻഡ് തരൂ. ഒരു സെക്കൻഡ്. കള്ളക്കേസുകളുടെ കാര്യമാണ് പറയുന്നത്. കന്യാസ്ത്രീമാരുടെയോ സിദ്ദിഖാപ്പന്റെയോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാന്റെ മകന്റെയോ കള്ളക്കേസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? ഇനിയും താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ ദേഷ്യം നമുക്ക് ഇവിടെ തോന്നാത്ത എന്തുകൊണ്ടാണ്? ഈ പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചില്ലേ?
ഞാൻ കുറച്ചേ വാർത്ത കണ്ടുള്ളൂ മറ്റേ ഹോസ്പിറ്റൽ ബ്ലോക്കിൽ. രാഹുലി ഇല്ലെങ്കിൽ പറയണേ കേട്ടോ, ഞാൻ തിരുത്താൻ തയ്യാറാണ്, തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാണ്. രണ്ടാമത്തെ ആണേ പറയണേ, ആദ്യത്തെ കാര്യമേ ഞാൻ മെൻഷൻ ചെയ്തില്ല, രണ്ടാമത്തെ കാര്യം മാത്രമേ മെൻഷൻ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന വ്യാജ റേപ്പ് പരാതിയിൽ, വ്യാജ റേപ്പ് എന്ന് ഞാൻ വിളിക്കുന്ന റേപ്പ് പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചോ ഇല്ലയോ? പ്രകടിപ്പിച്ചോ ഇല്ലയോ? ഇല്ല, പറയണം, ഇല്ലെങ്കിൽ പറയണം. കോടതി പോലും സംശയം, അതാണ് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണെന്ന് KPCCയിലെ ഒരു പ്രമുഖനായ ആൾ പറഞ്ഞത്. അപ്പൊ എന്താ അങ്ങനെ പറയാൻ പാടില്ല, അത് സ്ത്രീ വിരുദ്ധമാണ്. കള്ള പരാതി കൊടുത്തിട്ട്, വ്യാജ റേപ്പ് പരാതി കൊടുത്തിട്ട് അത് വ്യാജ റേപ്പ് പരാതി എന്നല്ല വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന് പോലും പറയരുത്, അത് സ്ത്രീപക്ഷ വിരുദ്ധമാണ്. സുഹൃത്തെ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഇത് ഞാൻ പറഞ്ഞ തെറ്റാണോ? കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. കോടതി സംശയം പ്രകടിപ്പിച്ചോ? പ്രകടിപ്പിച്ചോ? കോടതി സംശയം പ്രകടിപ്പിച്ചാലെങ്കിൽ നമുക്കത് പറഞ്ഞുകൂടെ? ഇല്ലെങ്കിലേ എന്താ ഡിഫൻസ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്റ്റാർ ആയിരുന്ന, ഇപ്പോഴത്തെ അല്ല, സ്റ്റാർ ആയിരുന്ന ഒരു വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും കൂടില്ലെങ്കിൽ ഒരു സാധാരണക്കാരന് എന്തുണ്ടാവും? എനിക്കും നിങ്ങൾക്കൊക്കെ എന്തുണ്ടാവും? രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ, ഷാഫിയെ പോലെ കോൺഗ്രസിലെ ഏറ്റവും പ്രഗത്ഭരായ യുവനിരയെ ഈ രീതിയിലാണ് വേട്ടയാടണമെങ്കിൽ നാളെ നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ നമ്മുടെ കൂടെ ആരുണ്ടാവും? ദയവായി ഒന്ന് ആലോചിക്കുക. നാളെ ഈ പരാതി നിങ്ങൾക്കെതിരെ വന്നാലോ, നാളെ നിങ്ങളുടെ ഓഫീസിലെ ഒരു തർക്കത്തിന്റെ, ഓഫീസിലെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ ഇതേപോലെ വ്യാജ പരാതി വന്നാലോ, ആദ്യത്തെ തർക്കത്തിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ വ്യാജ പരാതി വന്നാലോ? ഇപ്പൊ അവിടെ ശേഷം കിടപ്പുണ്ട്, ഞാൻ കേസ് വെരിഫൈ ആയിട്ടുണ്ടാ പറയാത്തത്. ട്യൂഷൻ എടുക്കുന്ന ഒരാളാണ്, ആ കുട്ടിയുടെ അച്ഛൻ ഇവരുമായിട്ടുള്ള ഉടക്കായി കൊണ്ട്. ഞാൻ ഇനി മാധ്യമങ്ങളിലെ ഒരാളുടെ കാര്യം പറയാം കേട്ടോ, മോശമായിട്ടല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗൗരിദാസ് നായർ സാർ, എസ്പെഷ്യലി മുതിർന്ന ആൾക്കാർക്ക് ഓർമ്മ കാണും. ഒരു കരിയർ തീർന്നില്ലേ? എന്താ ഗൗരിദാസ് നായർ സാറിന് തെറ്റ് ചെയ്തെന്നറിയാമോ? ഒരു ചെന്നൈയിൽ ഇരിക്കുന്ന പെൺകുട്ടി ഒരു വ്ളോഗ് എഴുതി, എനിക്ക് നേരെ അയാൾ അപ്രോച്ച് ചെയ്തു, ഒന്നും ചെയ്തു എന്നല്ല, ഹിന്ദു പോലുള്ള നമ്മൾ ഏറ്റവും ആദരിക്കുന്ന പത്രത്തിൽ നിന്ന് പോയില്ലേ? ഒരു സെന്റ് സാറേ, ഏതെങ്കിലും കേസ് ശിക്ഷിച്ചോ? ഏതെങ്കിലും കേസ് ശിക്ഷിച്ചെങ്കിൽ ഇപ്പം പറയണം, ഏതെങ്കിലും കേസ് ശിക്ഷിച്ചോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ സീനിയറായ ഗൗരിദാസൻ നായരെ കുറിച്ച് ഇതേവരെ നെഗറ്റീവ് അല്ലാത്ത ഓൾറെഡി പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം ഞാൻ പറയുമ്പോൾ വേറെ പല കേസുകളും ഉണ്ട്. എവിടെ ഉണ്ട്? ഗൗരിദാസൻ നായർ സാറിന് കിട്ടാത്ത എന്ത് മെച്ചം നിങ്ങൾക്ക് കിട്ടും? ഗൗരിദാസൻ നായർ എന്ന് പറയുന്ന ഇവിടുത്തെ സീനിയേഴ്സ് അറിയാം, യങ്സ്റ്റേഴ്സിന് അറിയാമെന്നറിയില്ല, ഹിന്ദുവിന്റെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു ഗൗരിദാസ് നായർ. ചാനൽ ചർച്ചയിലൊക്കെ നിൽക്കും, ഞാൻ ആലങ്കാരിയായി പറയും, ഗൗരിദാസ് നായർ സാർ താഴെ വന്നാൽ നമ്മൾ മേളിൽ എണീച്ചിരിക്കുന്നു, അത്ര ബഹുമാനമാണ്, ഞങ്ങളെല്ലാം ഏറ്റവും ആദരവോട് കണ്ടതാണ്. ഈ മനുഷ്യന്റെ കരിയർ ഇല്ലാതായി, ജീവിതം ഇല്ലാതായി, ഒരു ബ്ലോഗിൽ പേര് പോലും പറയാതെ ഒരു പെൺകുട്ടി എഴുതിയോണ്ട് ഗൗരിദാസൻ നായരോട് സാറിനോട് നമ്മൾ ഈ ബഹുമാനക്കുറവ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്ത് നാളെ കിട്ടും? സാറേ, അല്ല, കോടതി പറയുന്നത് അല്ല, എന്റെ അല്ല പോയിന്റ് എന്താ അറിയാം? ഒരു സെന്റ് അല്ല, എന്റെ പോയിന്റ് സിമ്പിൾ അല്ലേ? കോടതി പറയുന്നത് വരെ നമ്മൾ കുറ്റക്കാരെന്ന് പറയരുത്. കോടതി ആ കേസിൽ വരുന്നില്ലേ? കോടതി പറയുന്നവരെ നമ്മൾ പോവായിരുന്നൂടെ? ഒരു സെന്റ് കോടതി പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വെറുട്ടി പോയി എന്നുള്ളതല്ലേ? അല്ല, ഞാനൊരു സിമ്പിൾ ചോദ്യം, താങ്കൾ ഉത്തരം പറയണേ. കോടതി അതിൽ സംശയം പ്രകടിപ്പിച്ചു എന്ന് ഞാൻ പറയണ സത്യമാണോ കള്ളമാണോ? അതൊന്ന് പറഞ്ഞൂടെ? ഞാൻ ചോദിച്ചത്, കോടതി രണ്ടാമത്തെ പരാതിയുടെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് സത്യമാണോ? അപ്പൊ ആണെന്നാണോ അർത്ഥം? ആണെന്നാണോ അർത്ഥം? ഞാൻ ചോദിച്ചത് ആണെന്നാണോ അർത്ഥം? ഞാൻ ചോദിച്ചതേ സിമ്പിൾ ആയിട്ട്, എനിക്ക് അല്ല, ഞാൻ താങ്കളോട് വ്യക്തിപരമായി തർക്കിക്കുകയല്ല സാറേ, അല്ല, അങ്ങനെ അല്ല, അതൊരു പ്രോസസ്സാണ്. ഇനി ആ പ്രോസസ്സ് കഴിഞ്ഞാലെങ്കിലും താങ്കൾ അംഗീകരിക്കൂ, അല്ല, കഴിഞ്ഞാലും ഇത് പറയില്ലേ, തെളിവുകളുടെ അഭാവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുതെ വിട്ടു. സുഹൃത്തെ, നാളെ ഞാനും ഞങ്ങളൊക്കെ ഒരു മിഡിൽ ഏജ് നിൽക്കുന്നതാണ്, നാളെ താങ്കൾക്കെതിരെ ഈ കേസ് വന്ന ആ വേദന ആലോചിച്ചു. ഒരു കള്ളപ്പരാതി വന്ന താങ്കൾക്കെതിരെ പരാതി വന്നിട്ട് കോടതി സംശയം പ്രകടിപ്പിച്ചിട്ട് അവനെ നിരപരാധി എന്നൊന്നും പറഞ്ഞില്ലല്ലോ, നിരപരാധി എന്ന് കോടതി പറയില്ല. കോടതിയുടെ ഭാഷയിൽ പറയുന്നത് പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാനായില്ല. നിങ്ങളെ സ്വയം ഒന്ന് വിമർശിച്ചു നോക്കുക. ബാക്കി എല്ലാവരെയും മാധ്യമങ്ങൾ വിമർശിക്കുന്നതല്ലേ? ഞാനിവിടെ എനിക്ക് പക്ഷെ ഇന്ന് വലിയൊരു ഞെട്ടലാണ് ഉണ്ടായിട്ടോ. ഉമ്മൻചാണ്ടി സാറെങ്കിലും വേട്ടക്കാരനല്ലെന്നും മറ്റേ സ്ത്രീ അതിജീവിത ആണെന്ന് പറയുന്നു ഞാൻ വിചാരിച്ചില്ല. ഈ എന്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, രാഹുൽ ഈശ്വരൻ, എനിക്ക് പോക്സോ കേസ് വരുന്നതിന്റെ ഇദ്ദേഹത്തെ പോയി കാണുന്നത് വരെ ഇങ്ങനെയൊക്കെ ഭ്രാന്തെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. ഇയാള് സീരിയസ് ആയിട്ട് ഞാൻ ഈ അടുത്തിരുത്തിയിട്ട് ഞാൻ പറയാണ്, എൻ്റെ അടുത്തിരിക്കുന്ന ഈ മനുഷ്യന് മുഴുവൻ ഭ്രാന്തെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ കണ്ണുറിഞ്ഞിട്ടാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി
അങ്ങേർക്ക് ഭ്രാന്തില്ല, അങ്ങേര് പറയുന്നത് വാസ്തവമാണ്. ഇതുപോലെ വ്യാജമായ പുള്ളി എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് കേസിനെതിരെയോ അല്ലെങ്കിൽ അതിജീവിതയ്ക്കെതിരെയോ ഒന്നുമല്ല, വ്യാജമായ പരാതികൾക്കെതിരെ അല്ലെങ്കിൽ വ്യാജമായ ഒരാളോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും എളുപ്പം അത് തീർക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഒരു FIR അറിയാവുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ലോഡ്ജ് ചെയ്യുക. ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞു. എനിക്കിവിടെ പേരെടുത്ത് അറിയാവുന്ന ഒരുപാട് ജേർണലിസ്റ്റുകൾ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മുടെ ജയമോഹൻ ചേട്ടൻ. ഈ സമയം മണി ഇപ്പോൾ കറക്റ്റ് സാറ്റലൈറ്റ് 1:15 പ്രസ് ക്ലബ്ബിൽ ഇവിടെ ഇരിക്കുകയാണ്. ചേട്ടൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? ശ്രീകാര്യത്ത് ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അവിടെ FIR ലോഡ്ജ് ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന സകല മാധ്യമങ്ങൾക്കും അറിയാം നിങ്ങളിവിടെ ഉണ്ടെന്ന്. ഇവിടെ CCTV ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നിങ്ങളെ കസ്റ്റഡിയിൽ വെച്ച് 90 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പോക്സോ ചെയ്തിട്ടില്ലെന്ന്. അതാണ് സിസ്റ്റം. അപ്പം അതുകൊണ്ട് അതിനിടയ്ക്ക് വാർത്ത വന്നു കഴിഞ്ഞു. അതിനിടയ്ക്ക് ജയമോഹൻ പണിക്കർ അല്ലേ ചേട്ടൻ്റെ ഫുൾ നെയിം? ഓക്കെ. അദ്ദേഹം എന്ന് പറഞ്ഞ ആള് പിന്നെ 17 വയസ്സുള്ള ശ്രീകാര്യം ഇന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ നിരപരാധിയാന്ന് ഇവിടെ നമ്മൾ സാക്ഷിയുണ്ട്, ഇവിടെ സാക്ഷിയുണ്ട്, CCTV ഉണ്ട്, നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു അതൊക്കെ പിന്നെ. പക്ഷെ എൻ്റെ കേസിൽ ഈ പെൺകുട്ടിയുടെ അമ്മയും എന്നോട് കാശ് ചോദിച്ചതിൻ്റെ ഓഡിയോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഭാഗ്യമാണ്. അല്ല, ഒരു കാര്യം, മുകേഷിന്റെ കേസിലെ ഭാഗ്യം എന്താ അറിയാമോ? മുകേഷിന്റെ കേസിൽ ആ പെൺകുട്ടി, അത് അവള് കുറച്ചുകൂടെ പ്ലാൻ ചെയ്തെങ്കിൽ അകത്ത് കിടക്കുമായിരുന്നു. മുകേഷിന്റെ കേസിൽ ആ പെൺകുട്ടി വോയിസ് നോട്ടായിട്ട് കാശ് വേണമെന്ന് പറഞ്ഞ് അയച്ചിരുന്നു. അത് കൊച്ചു പെൺകുട്ടിയാണ്, അവളെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവളെ ഉപയോഗിച്ച് പിന്നിൽ നിന്ന് കളിക്കുന്നവർക്ക് ഒരു ദൗത്യമാണ്. മുകേഷിന് വോയിസ് നോട്ടായിട്ട് കാശ് വേണമെന്ന് അയച്ചിരുന്നു. അത് കോടതിയെ കാണിച്ചുകൊണ്ട് മാത്രമാണ്. ആ വോയിസ് നോട്ടിന് പകരം ഒരു വാട്സപ്പ് കോൾ, റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത വാട്സപ്പ് കോളിലായിരുന്നെങ്കിൽ മുകേഷ് ഇത് കിട്ടില്ലായിരുന്നു. എത്ര പേരാണ്. നാളെ നമുക്കിത് സംഭവിച്ചാൽ എത്തിക്സിന്റെ ഗോൾഡൻ റൂൾ എന്താ അറിയാമോ? നിനക്ക് ഹിതകരമല്ലാത്തത് ബാക്കി ഒരാൾക്ക് ചെയ്യരുത്, നിനക്ക് അഹിതമായത് വേറൊരാൾക്ക് ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ. സത്യസന്ധതയും നീതിയും ഇത്ര മാത്രമേ ഉള്ളൂ. നാളെ നിങ്ങൾക്കോ എനിക്കോ ഇത് വരികയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് ആലോചിക്കാം. നേരത്തെ ഗൗരിദാസ് നായർ സാറെ മോശം പറഞ്ഞ ആളോടും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ, നാളെ നമുക്കെതിരെയോ താങ്കൾക്കെതിരെയോ എനിക്കെതിരെയോ ഈ കള്ളക്കേസ് വന്നാൽ തീരും. ഞാൻ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ മുകേഷിനെ പോലെ എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്താ അറിയോ? ശബരിമല കേസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഒരു പെൺകുട്ടി പേരില്ലാതെ നെയിം ഇല്ലാതെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടു, ഇയാൾ എന്നെ മീറ്റു ചെയ്തിട്ടുണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ്. എന്നെ ശബരിമല കേസിന് വേണ്ടി അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന എനിക്കെതിരെ 20 വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റുവിൽ പെടുത്തി. ദൈവം സഹായിച്ച എൻ്റെ മുത്തശ്ശി അവിടെയാണ്. ഇനി സ്ത്രീകളോടും കൂടി ഒരു കാര്യമാണ്, അവിടെയാണ് എൻ്റെ ഭാര്യ ദീപ, അമ്മ മല്ലിക, മുത്തശ്ശി ഇപ്പം മരിച്ചുപോയി, ദേവകി അന്തർജന അടക്കമുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ സ്ഥിരമുള്ളവരാണ്. എന്താ കേസെന്നറിയാമോ? എനിക്കെതിരെ കേസെന്നല്ല, ഫേസ്ബുക്കിലെ വ്യാജ പരാതി. ഇയാൾ എന്നെ മോശം ചിത്രം കാണാൻ പ്രേരിപ്പിച്ചു. ഫേസ്ബുക്കിൽ വെറുതെ എഴുതിയിട്ടതാണ്. ഫേസ്ബുക്കിൽ വെറുതെ എഴുതിയിട്ട് ഇത്രയേ ഉള്ളൂ, പേര് പോലും ഇല്ല, അനോണിമസ് ആയിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടു. നാഷണൽ മീഡിയയിലടക്കം ന്യൂസായി. ഞാൻ ഒരു ദിവസം ശബരിമല പ്രക്ഷോഭങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് മാറി ഒളിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ആരുടെയും കാലം മാറ്റിയിരുന്നു. എനിക്ക് പിന്നെ ഒരു ചമ്മലും പേടിയായോ, ഇനി നാളെ എല്ലാവരും വാർത്ത കൊടുത്തു രാഹുൽ ഈശ്വർ മീറ്റൂവിലായി. ഞാൻ പിന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്തു. എൻ്റെ വീട്ടുകാരും മുത്തശ്ശി അമ്മയൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് ഒന്ന് പ്രസ് മീറ്റ് വിളിച്ചു, അത് കള്ളമാണ്. 20 വർഷം മുമ്പ്. നാളെ നിങ്ങൾക്കെതിരെ വരികയാണെങ്കിലും ശ്രീ സിദ്ദിഖിനെതിരെ വ്യാജ പരാതി കൊടുത്ത ശ്രീ സിദ്ദിഖിനെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യോ അനുകൂല പരാമർശം കിട്ടി, ഇത്രയല്ലേ കിട്ടൂ. ശ്രീ മുകേഷിനെതിരെ ജാമ്യോ അനുകൂല പരാമർശം കിട്ടി, ഇത്രയല്ലേ കിട്ടൂ. അതിനപ്പുറം എന്താ കിട്ടാൻ പോണേ? ഇനി ഇവിടെ ഇരിക്കുന്നവരോട് കൂടി ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. നിവിൻ പോളിയെങ്കിലും നിരപരാധിയാണ് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ദുബായിൽ നിൽക്കുന്ന പെൺകുട്ടി കൊച്ചിയിൽ നിൽക്കുന്ന നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിവിൻ പോളി എങ്കിലും നിരപരാധിയാണ്. ഇനി ഡിജിറ്റലി റേപ്പ് ചെയ്തു എന്നല്ലോ പറയൂ. നിവിൻ പോളി കൊച്ചിയിൽ നിൽക്കുന്നു, പെൺകുട്ടി ദുബായിൽ നിൽക്കുന്നു. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് നിവിൻ പോളി കേരളത്തിലായി. ആ ദിവസങ്ങളിലും നിവിൻ പോളി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു കുട്ടി കേസ് കൊടുത്തു. നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തു. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയും കാര്യമുണ്ടെന്ന് അന്വേഷിച്ച് ആരെങ്കിലും വ്യാജ പരാതി പറഞ്ഞ കുട്ടിക്കെതിരെ ഒരു ആക്ഷനെങ്കിലും എടുത്തോ? പറഞ്ഞ ഡേറ്റ് തെറ്റിപ്പോയി. ഉറക്കപ്പിച്ചോടെ പറഞ്ഞാണെന്ന്. വൈകിട്ട് 7 മുതൽ 9 മണി വരെയുള്ള പ്രൈം ടൈം ചർച്ചയിൽ ഉറക്കപ്പിച്ചോടെ, എക്സാക്ട് വാക്കുകളാണ്, ഞാൻ കോട്ട് ചെയ്യുന്നതല്ല, ഞാൻ വ്യാഖ്യാനിക്കുന്നതല്ല. ഉറക്കപ്പിച്ചില് ഡേറ്റ് മാറിപ്പോയതാണ്. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് നിവിൻ പോളി കൊച്ചിയിലുണ്ടായിരുന്നു. എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ നിരപരാധിയെന്നും വ്യാജ പരാതിക്കാരെന്നും വിളിക്കാൻ പഠിക്കുക. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, എൻ്റെ ഇതുവരെയുള്ള ടോണിൽ, ഈ പ്രസ് മീറ്റ് അല്ല മുമ്പുള്ള കാര്യങ്ങളിലടക്കം ടോണിൽ എന്തെങ്കിലും അഗ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാക്കുകൾക്ക് അമിതമായ മൂർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളിലും കോടതികളിലും വന്ന വിമർശനം
പൂർണ്ണമായി ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, ശിരസാവഹിക്കുന്നു. ഇനി എൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലും അത് കാണും. ദൈവത്തെ ഓർത്ത് ഒരു നിമിഷം നിങ്ങളെ തന്നെ, നിങ്ങളുടെ സഹോദരനായ ദിലീപിനെയോ അല്ലെങ്കിൽ ബാക്കി വ്യാജപരാതികളിൽ പെട്ടുപോകുന്നവരെ കാണുക. കാര്യം നാളെ നിങ്ങൾക്ക് നേരെ വ്യാജപരാതി വന്നാൽ അന്നും രാഹുൽ ഈശ്വരോ മുകേഷോ ഞങ്ങളെപ്പോലുള്ള കുറച്ചുപേരെ കാണും. കൂടുള്ളവർ പോലും നിങ്ങളെ തൊട്ടുകൂടാത്തവനായി മാറ്റി നിർത്തി നിങ്ങളുടെ ജോലി പോവും, നിങ്ങളുടെ ശമ്പളം പോവും, നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല. കാരണം എല്ലാവർക്കും പേടിയാകും. നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നിങ്ങൾ, ഞാൻ, മുകേഷ്, നമ്മൾ ഓരോരുത്തരും, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ഗാന്ധിജി പറയുന്നത് പോലെ സത്യമാണ് ദൈവമെന്ന തിരിച്ചറിവിൽ സത്യത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് പറ്റണം. അതിജീവിതയോടോ പരാതിക്കാരിയോടോ വാദിയോടോ അല്ല, സത്യത്തോടൊപ്പം. എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ ഈ എത്രയോ ജെനുവിൻ പരാതികളുണ്ട്, അതെല്ലാം ബഹുമാനിക്കുന്നു. അതുകൊണ്ട് സത്യം എന്താണോ ആ സത്യമാണ് പ്രധാനം. പരാതിക്കാരി അല്ല പ്രധാനം, ആരോപിതനല്ല പ്രധാനം. സത്യം എന്താണോ അവൾക്കൊപ്പവും അവനൊപ്പവുമല്ല, സത്യത്തിനൊപ്പം എന്നുള്ളതാണ് പ്രധാനം എന്ന് പറഞ്ഞ് വളരെ ബഹുമാനത്തോടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റീട്രേറ്റ് ചെയ്യുന്നു. ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ താങ്ക് യു.